കേരള ബിക്സ് ചാനലിലേക്ക് സ്വാഗതം. കൊച്ചി ചെല്ലാനത്തിനടുത്തുള്ള കണ്ടക്കടവ് വ്യൂ പോയിന്റിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ചെല്ലാനവും സമീപ ഗ്രാമങ്ങളെയും കടൽക്ഷോഭത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള 7.3 കിലോമീറ്റർ നീളം വരുന്ന കടൽഭിത്തിക്ക് മുകളിലുള്ള വോക്ക് വേയാണിത്. നല്ല തെളിഞ്ഞ ആകാശമുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഇവിടെ സന്ദർശിച്ചാൽ അതിമനോഹരമായ സൂര്യാസ്തമയ ദൃശ്യവും ദൂരെ അറബിക്കടലിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫിഷിംഗ് ബോട്ടുകളും കാണാം. ഇവിടത്തെ വോക്ക് വേ ടൈൽ പാകി നല്ല വൃത്തിയുള്ളതും ഒരു വശത്ത് പാലങ്ങളിൽ കാണുന്ന പോലെയുള്ള സംരക്ഷണ ഭിത്തിയുള്ളതുമാണ്. വോക്ക് വേയിൽ തണൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പകൽ സമയങ്ങളിൽ ഇവിടെ നല്ല ചൂടായിരിക്കും. സന്ധ്യനേരത്ത് ഇവിടം സന്ദർശിക്കുന്നതായിരിക്കും ഉചിതം. ഇവിടെ വഴിവിളക്കുകളും ഇല്ലാത്തതുകൊണ്ട് രാത്രി സമയങ്ങളിലെ സന്ദർശനവും ഒഴിവാക്കുന്നതാണ് നല്ലത്. വിശാലമായ കടൽക്കാഴ്ചകളും നല്ല കടൽ കാറ്റ് ആസ്വദിക്കാനും പറ്റിയ ഇടമാണെങ്കിലും ഒരു ബീച്ചിലെപ്പോലെ കടൽ തിരമാലകൾ തീരത്തു വന്ന് അടിക്കുന്നതു കാണാനോ കടൽത്തിരയിൽ കാൽ നനയ്ക്കാനോ ഇവിടെ സാധിക്കില്ല. വാഹനം സൗകര്യപ്രദമായി താഴെ പാർക്ക് ചെയ്ത് നിശ്ചിത ഇടവേളകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ചവിട്ടുപടികൾ മുഖേന ഉയരത്തിലുള്ള വോക്ക് വേയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെ നീണ്ടുകിടക്കുന്ന 7.36 കിലോമീറ്റർ നീളമുള്ള ഈ കടൽ ഭിത്തിക്ക് 2 ഘടകങ്ങളാണുള്ളത്. കടലിനോട് ചേർന്ന ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ടെട്രാപോഡ് കൊണ്ടും കരയോട് ചേർന്ന ഭാഗം കരിങ്കല്ലുകൊണ്ടും നിർമ്മിച്ചിരിക്കുന്നു. കരിങ്കല്ലുകൊണ്ടുള്ള നിർമ്മിതിക്ക് മുകളിലാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്ന 2.5 മീറ്റർ വീതിയുള്ള വോക്ക് വേ. കൊച്ചി സിറ്റിക്കടുത്ത് 7 കിലോമീറ്ററിൽപ്പരം നീളമുള്ള ഇത്ര മനോഹരമായ ഒരു കടൽത്തീര വോക്ക്വേ ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? കൊച്ചി ചെല്ലാനം ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ താമസക്കാർ ദശാബ്ദക്കാലമായി നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് 2021 സർക്കാർ ഈ കടൽഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ കിഫ്ബി 344.2 കോടി രൂപയുടെ ധനസഹായത്തോടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ചെന്നൈ ആസ്ഥാനമായുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് ദേശീയ തീരദേശ ഗവേഷണ കേന്ദ്രം ആണ് പഠനം നടത്തിയത്. ജലസേചന വകുപ്പിന് കീഴിലുള്ള ആന്റി സീ എറോഷൻ പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റും പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നു. കേരളത്തിലെ ജലസേചന വകുപ്പ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കടൽഭിത്തി നിർമ്മാണ പ്രവർത്തനമാണിത്. കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കടലിന് അഭിമുഖമായ വശത്ത് 5 ടൺ, 3.5 ടൺ, 2 ടൺ എന്നിങ്ങനെ ഭാരമുള്ള ടെട്രാപോഡുകൾ നിരത്തിയാണ്. കരയുടെ ഭാഗം തറനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിൽ പാറക്കല്ലുകൾ അടുക്കി ബലപ്പെടുത്തിയിരിക്കുന്നു. പാറക്കല്ലുകൊണ്ടുള്ള ഭിത്തിക്ക് മുകളിലാണ് 2.5 മീറ്റർ വീതിയിൽ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. കടൽഭിത്തിയിൽ 16 സ്ഥലങ്ങളിലായി നടപ്പാതയിലേക്ക് പ്രവേശിക്കുന്നതിനായി പടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നടപ്പാതയുടെ കടലിന് അഭിമുഖമായ വശത്ത് കൈവരികളും ഘടിപ്പിച്ചിരിക്കുന്നു. ചെല്ലാനം അറബിക്കടലിനും കായലുകൾക്കും ഇടയിലുള്ള ഒരു വീതി കുറഞ്ഞ ഭൂപ്രദേശമാണ്. ചെല്ലാനം പഞ്ചായത്തിലെ തീരദേശത്തെ കടലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കടൽഭിത്തിയാണിത്. കൊച്ചി നഗരത്തിൽ നിന്ന് തോപ്പുംപടി, കന്നമാലി വഴി 20 കിലോമീറ്ററോളം സ്റ്റേറ്റ് ഹൈവേ 66 കൂടി യാത്ര ചെയ്താൽ കണ്ടക്കടവിലെത്താം. സ്റ്റേറ്റ് ഹൈവേ 66 കൂടി ആലപ്പുഴ, മാരാരിക്കുളം ഭാഗത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വാഹനം നിർത്തി ഈ കടൽ ആംബിയൻസ് ആസ്വദിക്കാവുന്നതാണ്. കടൽ കാഴ്ചകൾ ആസ്വദിച്ച് തിരമാലകളുടെ മനോഹരമായ ശബ്ദവും നവോന്മേഷം നൽകുന്ന കടൽക്കാറ്റും ഏറ്റുവാങ്ങി കണ്ടക്കടവിലെ ഈ മനോഹരമായ കടലോര നടപ്പാതയിലൂടെ സാവധാനം നടക്കാം. അതിമനോഹരമായ കടൽത്തീര കാഴ്ചകൾക്കിടയിൽ നിങ്ങളുടെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണിത്, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ. ഈ 7.3 കിലോമീറ്റർ വോക്ക് വേയിൽ നമ്മൾ ഇപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്നു. ഇനി നമ്മൾ കണ്ടക്കടവ് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. തീരദേശവാസികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ടാണ് ഈ ടെട്രാപോഡ് ഭിത്തി കടൽക്ഷോഭം തടയാൻ സഹായിച്ചത്.
എറണാകുളം ജില്ലയിലെ കടൽക്ഷോഭ സാധ്യതയുള്ള ചെല്ലാനം പ്രദേശത്തെ ആളുകൾക്ക് ഏറ്റവും പുതിയ മഴക്കെടുതിയിൽ ഇത് ഏറെ സഹായകമായി. കഴിഞ്ഞ വർഷങ്ങളിൽ കടൽക്ഷോഭം മൂലം വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ടായിരുന്ന പ്രദേശങ്ങൾ മൺസൂൺ കനത്തതിനു ശേഷവും കൂടുതൽ സുരക്ഷിതമായി തുടരുന്നു. ഈ വിജയത്തിൽ സന്തുഷ്ടരായ സംസ്ഥാന സർക്കാർ സമാനമായ ഭീഷണി നേരിടുന്ന സംസ്ഥാനത്തെ മറ്റ് തീരദേശ മേഖലകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ കടൽ ഭിത്തി പണിയുന്നതിന് മുൻപ് കടൽക്ഷോഭം മൂലം തകർന്ന വീടുകളും കെട്ടിടങ്ങളുമാണ് താഴെ നാം കാണുന്നത്. ചുറ്റുമുള്ള ഭൂപ്രദേശം സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞതാണ്. കാരണം നടപ്പാതയുടെ കരഭാഗത്തായി ധാരാളം തെങ്ങുകൾ നിരനിരയായി നിൽക്കുന്നു. ഇത് നീലാകാശത്തിന് മനോഹരമായ ഒരു പശ്ചാത്തലമൊരുക്കുന്നു. ശാന്തതയും പ്രകൃതിയോടുള്ള അടുപ്പവും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു തികഞ്ഞ പറുദീസയാണ്. കണ്ടക്കടവ് സീ വ്യൂ പോയിന്റ് വോക്ക് വേയെക്കുറിച്ചും ചെല്ലാനം ടെട്രാപോഡ് കടൽ ഭിത്തിയെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ കേരളബിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് അത് വളരെ അത്യാവശ്യമാണ്.